ഇവിടെ വേലക്കാരിയാണെങ്കിൽ തണ്ണീർമത്തിന്റെ ഉള്ളിലേക്ക് എന്തോ ഒരു മരുന്ന് സിറിഞ്ച് ഉപയോഗിച്ച് ഇഞ്ചെക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവൾ ആ തണ്ണീർമത്തിനെല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കാണ്. ഇവൾ ജോലി ചെയ്യുന്ന വീട്ടിൽ ഒരു പാർട്ടി ഉണ്ട്. അവിടെ കൂടിയവരെല്ലാം പൂത്ത പൈസക്കാരാണ്. അങ്ങനെ ഇവൾ ആ മുറിച്ച് വെച്ച കഷ്ണങ്ങളാക്കിയ തണ്ണീർമത്തൻ എല്ലാം ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കിട്ടിയ പാതി തന്നെ ഇവരെല്ലാവരും അത് എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് പണി ഏൽക്കാണ്. അത് കഴിച്ചവരെല്ലാം അവിടെ കിടന്ന് ഉറങ്ങിപ്പോകാണ്. ഇതേ സമയം ഇവളുടെ കാമുകൻ കുഞ്ഞാണിയും അങ്ങോട്ട് വരുന്നുണ്ട്. തന്നപാടെ ഇവളോട് എന്താ ഈ പണിയെല്ലാം ഏറ്റവും ചോദിക്കുകയാണ്. അപ്പോൾ ഇവളും ഏറ്റവും നമുക്ക് അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ പണി തുടങ്ങാണ്. ക്യാഷും വാച്ചും ജ്വല്ലറിയും കണ്ടതെല്ലാം ഒരു വലിച്ചു വാരി ബാഗിലിടാണ്. ഇനി മുകളിലത്തെ നിലയിൽ ഒരു ലോക്കർ ഉണ്ട്, അതിൽ നിറയെ പൈസ ഉണ്ട്. അപ്പോൾ അതും കൂടി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും മുകളിലേക്ക് പോകാണ്. അതേസമയം താഴെ നേരത്തെ ഒരു പാർട്ടിക്ക് വന്നതിൽ രണ്ടുപേര് അവരുടേതായിട്ടുള്ള ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരാണ്. അപ്പോൾ ഇവർ കാണുന്നത് എല്ലാവരും ഇരുന്ന് ഇരിപ്പിൽ ഉറങ്ങുന്നതാണ്. മാത്രമല്ല ആരും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇവൻ ഇവളോട് താഴെ ഉറങ്ങിയ പോലെ കിടക്കാൻ പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഉറങ്ങിയ പോലെ കിടക്കാണ്. മറ്റവർ രണ്ടുപേരും പണമെല്ലാം മോഷ്ടിച്ച് ഒരു ബാഗിലാക്കി താഴേക്ക് വരാം. പോയാണ് കുഞ്ഞാണി മറ്റവന്റെ കയ്യിൽ ഫോൺ കാണുന്നത്. ഇവൻ ആ ഫോൺ എടുത്തിട്ട് ഇവളോട് നീ ഇവരെ ആരെയും മര്യാദക്ക് ചെക്ക് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളും ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തതാണെന്ന് പറയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളോട് നീ എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാവും, അടുക്കളയിലൊക്കെ ഒന്ന് ചെന്ന് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വാന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞയക്കാണ്. അപ്പോൾ കുഞ്ഞാണിയാണെങ്കിൽ ഇനി ഇവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതേസമയം മറ്റവനാണെങ്കിൽ ഇവൻ അറിയാതെ ഇവന്റെ ബാഗിൽ നിന്നൊരു മാല എടുത്ത് അത് കുഞ്ഞാണിയുടെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് മറ്റവൾ അടുക്കളയെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ട് വരാണ്. അപ്പോൾ ഇവൾ കാണുന്നത് കുഞ്ഞാണിയുടെ പോക്കറ്റിൽ മറ്റവനിട്ട മാലയാണ്. അപ്പോൾ നീ എന്നെ അടുക്കളയിലേക്ക് പറഞ്ഞിട്ട് സ്വന്തം പോക്കറ്റിൽ നിറക്കുകയായിരുന്നല്ലേ, എനിക്ക് ഇപ്പം തന്നെ എൻ്റെ ഷെയർ വേണം, ഇല്ലെങ്കിൽ നീ അതെല്ലാം മുക്കും എന്ന് പറഞ്ഞ് ഇവൾ അടി ഉണ്ടാക്കാണ്. ഇതേസമയം മറ്റവളാണെന്നുണ്ടെങ്കിൽ അവർ പോലും അറിയാതെ അവരുടെ കാലുകൾ പരസ്പരം കെട്ടിയിടാണ്. അങ്ങനെ ഇപ്പോൾ കുഞ്ഞാണിയാണെങ്കിൽ എൻ്റെ പൊന്നാര പെണ്ണ് എൻ്റെ ഷെയർ എല്ലാം ഞാൻ തരാം, ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാമെന്ന് പറയാണ്. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ നേരം കാലുകൾ പരസ്പരം കെട്ടിയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അവിടെ വീണ് പോകാണ്. ഉടനെ തന്നെ മറ്റവർ രണ്ടുപേരും എഴുന്നേറ്റ് ഇവരെ പിടിച്ചു വെച്ച് പോലീസിനെ വിളിക്കുകയാണ്. അപ്പോൾ മറ്റവളാണെങ്കിൽ പോലീസ് വരുന്നത് വരെ സമയമില്ല, നമുക്കൊരു കഷ്ണം തണ്ണീർമത്തനൊക്കെ തിന്നിട്ട് ഇരിക്കാമെന്ന് പറയാണ്.